ഇന്ന് ഞാൻ ഷിൻചാന്റെ വീട്ടിൽ പോകും ഗായ്സ്. എൻ്റെ പേരാണ് സ്പോഞ്ച് ബോബ്. ഞാനിന്ന് ഷിൻചാന്റെ വീട്ടിൽ പോകണയാണ് ഗായ്സ്. നമ്മ ആദ്യമായിട്ടാണ് ഗായ്സ് ഷിൻചാന്റെ വീട്ടിൽ പോണത്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഷിൻചാന്റെ വീടെത്തിയിട്ടുണ്ട് ഗായ്സ്. ഞാൻ കുറെ കാലം കേട്ടാണ് കിനിവട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മുടെ ഈ ഫോർച്യൂണർ ബാക്ക് സസ്പെൻഷൻ നമുക്ക് ഇങ്ങോട്ട് കയറ്റാം. നമ്മുടെ ബാക്ക് സസ്പെൻഷൻ ഫോർച്യൂണർ നമ്മൾ ഇങ്ങോട്ട് കയറ്റുന്നതാണ് പതുക്കെ. അങ്ങനെ നമ്മുടെ ബാക്ക് സസ്പെൻഷൻ ഫോർച്യൂണർ ഞാൻ ഇവിടെ വെച്ചു. ഇവിടെ ഇവർക്ക് 2 ഫോർച്യൂണർ ഉണ്ട്. കിനിവട്ടത്തിലൊക്കെ ഈ ഫോർച്യൂണറാണ് ഏറ്റവും റെയർ വണ്ടി. സർപ്രൈസ്! ഞാൻ നിനക്ക് സർപ്രൈസ് തരാതെ പറഞ്ഞ് വേറെ സർപ്രൈസ് ഞാൻ വന്നതാണ്. നമുക്ക് ട്രിപ്പിന് പോവാം. ഓക്കേടാ ഷിൻചാനെ, സെറ്റ്. നമുക്ക് ട്രിപ്പിന് പോവാം. ഞാൻ വണ്ടി ഓടിക്കും. ഞാനാണ് എക്സ്പെർട്ട് ഡ്രൈവർ. കിനിബോട്ടത്തിലെ ലൈസൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അതല്ലേ പ്രശ്നം. നമുക്ക് ബബിൾ ബോട്ടിൽ പോയാലോ? ഇത് കിനിബോട്ടല്ല, ഇത് എന്താണ്? ഇന്ത്യ. എന്നാ കുഴപ്പമില്ല, വാ നമുക്ക് വണ്ടി എടുത്ത് കത്തിച്ചുവിടാം. ഓക്കെ സ്പോഞ്ച് വാ, നമുക്ക് വേഗം പോവാം. പിന്നെ അല്ല, ആരുടെ വണ്ടി പോണോടാ ഷിൻചാനെ? സ്പോഞ്ചോവിന്റെ വണ്ടി പോ. സ്പോഞ്ചോവിന്റെ വണ്ടി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഓക്കെ സെറ്റ്. എന്നാ എൻ്റെ വണ്ടി വന്ന് കയറാ വേഗം. ഞങ്ങൾ ഇന്ന് സ്പോഞ്ചോബിന്റെ വണ്ടിയിലാണ് ട്രിപ്പ് പോണത് ഗൈസ്. സ്പോഞ്ചോബിന്റെ ഫോർച്യൂണർ ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റില് കിഡിലൻ ഫോർച്യൂണർ ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട്. ഫോർച്യൂണർ പൊളിയല്ലേ ഗൈസ്. ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോ. നിങ്ങൾക്ക് ഞങ്ങൾ ട്രിപ്പിൽ പോണ സ്ഥലം എന്താണെന്നറിയാമെങ്കിൽ അതും കൂടി ഇപ്പൊ കമന്റ് ചെയ്തോ. ഞങ്ങൾ എങ്ങോട്ടാ പോണേ നിങ്ങൾ ഗസ് ഗൈസ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഗസ് തെറ്റിച്ചേ. ഇതാരാണ് ഗൈസ് വഴിയിൽ താറൊക്കെ കൊണ്ടിട്ടേക്കണം? ഗൈസ് എന്താണ് സ്പോഞ്ച് ബോബ് കാണിക്കുന്നത്? എങ്ങനെ ഉണ്ടോ ഷിൻചാനിന്റെ ഡ്രൈവിംഗ് സ്കിൽ? ഡ്രൈവിംഗ് സ്കില്ല് സ്പോഞ്ചോബിന്റെ ഫോർച്യൂണർ വെള്ളത്തിൽ കൂടിയൊക്കെ ഓടണല്ലോ. അപ്പം ഫോർച്യൂണറാണല്ലോ. പിന്നെ അല്ല, അന്ന് 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ എൻ്റെ ഫോർച്യൂണർ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ആ സമയത്ത് ഞാൻ ഫ്രണ്ടിലത് സസ്പെൻഷനെ കുറച്ചിട്ടില്ലായിരുന്നു. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പം 2018 വെള്ളപ്പൊക്കത്തിലെ ഈ വണ്ടി ഫുള്ളായിട്ട് മുങ്ങി. പക്ഷെ എന്നെ സ്നോർക്കിൾ രക്ഷിച്ചു. ഞാൻ ഇപ്പം സ്നോർക്കിളൊക്കെ അഴിച്ചു വെച്ചേക്കണാണ്. കിടിലം വൈബായതുകൊണ്ട്. ഇപ്പം ഈ വണ്ടീൻ്റെ പവർ ഞാൻ കാണിച്ചില്ല. എങ്ങനെയുണ്ട് പൊളി വണ്ടി സ്പോഞ്ച് ബോബ്. സ്പോഞ്ച് ബോബ് സീന്. എടാ ഷിൻചാനെ വാടാ, നമുക്ക് വെള്ളത്തിൽ കളിക്കാം. വാ, വെള്ളം 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 വെള്ളം. എന്ത് രഹ്യമാണ് വെള്ളത്തിൽ കളിക്കാൻ. ക്രസ്റ്റി ക്രാബിൽ നിന്ന് ലീവ് എടുത്തപ്പോൾ എത്ര ദിവസം എനിക്ക് ലീവുണ്ട്. ഈ ആഴ്ച മൊത്തം എനിക്ക് ക്രസ്റ്റി ക്രാബിൽ നിന്ന് ലീവാണ്. ക്രസ്റ്റി ക്രാബിലത്ര ലീവ് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും കിനിബോട്ടത്തിലോട്ട് പോകണമല്ലേ. അത് കേട്ട് അടുത്ത മാസത്തിൽ ലീവിക്കാൻ പിന്നെയും വരും. സ്പോഞ്ച് ബോബേ, നല്ല രസമുണ്ടല്ലേ? അത് തന്നെയാണ് ഷിൻചാനെ, നല്ല രസം കളിക്കാൻ. ഞാൻ ബീച്ചിൽ കളിക്കും മടുത്തു. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. അടുത്ത സ്ഥലത്തോട്ട് പോവാം. എടാ ഷിൻചാനെ, എനിക്ക് എപ്പോൾ നോക്കിയാലും ചേഞ്ച് ഇല്ലെങ്കിൽ പറ്റൂല. അതുകൊണ്ട് ഞാനൊരു സൂപ്പർ ചേഞ്ച് വരുത്താൻ പോണേ. ഞാൻ എൻ്റെ വണ്ടിയിൽ ഒരു കിടിലൻ ചേഞ്ച് വരുത്താൻ പോണേ. അതെന്ത് ചേഞ്ചാ സ്പോഞ്ച് ബോബേ? അതൊരു സസ്പെൻസ് അല്ലേ. സസ്പെൻസ് ഒന്നും ഞാൻ പറയൂല. സ്പോഞ്ച് ബോബേ എന്നാലും ഒന്ന് പറ. സ്പോഞ്ച് ബോബേ
സസ്പെൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയൂല. എന്നാ പറയണ്ട, കാണിച്ചാൽ മതി. ഗൈസ്, നിങ്ങൾക്ക് എന്താ സസ്പെൻസ് എന്ന് മനസ്സിലായോ? നമ്മ ബെന്യണ്ണൻ്റെ വർക്ക്ഷോപ്പിൽ കേട്ടാണ്. നമ്മ ബെന്യണ്ണൻ്റെ വർക്ക്ഷോപ്പിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് നല്ലൊരു കിടിലൻ ചേഞ്ച് വരുത്താൻ പോണാണ് ഗൈസ്. വീൽസിൽ പോകണം. വീൽസ് ഐസ് ഡിഫാൾട്ട്. ഇനി സസ്പെൻഷനാണ് ഞാൻ ചെയ്യാൻ പോണത്. ഫ്രണ്ടിൽ ഹൈ ആക്കിയിട്ട് ബാക്കിൽ കുറച്ചിട്ടിട്ട് വീൽ സൈസ് ഫ്രണ്ടിലത്തെ ഞാൻ കൂട്ടും. ഇതാണ് ഞാൻ വണ്ടിയിലത്തെ സസ്പെൻസ് ഗൈസ്. എൻ്റെ ചേഞ്ച് എങ്ങനെയുണ്ട് ഗൈസ്? വണ്ടിയിലത്തെ പൊളിയല്ലേ? ഫ്രണ്ടിൽ ലിഫ്റ്റ് ചെയ്ത് കണ്ട ഡ്രിഫ്റ്റാണ് ഫുള്ള്. ഇപ്പം ഈ വണ്ടി കണ്ട ഓടണുണ്ട്. നല്ല രസമില്ലേ ഗൈസ്? കിടിലം വൈബ്. ഡ്രിഫ്റ്റിംഗ് വൈബാണ് ഗൈസ്. ഡ്രിഫ്റ്റിംഗ് വൈബ്. നമ്മൾ ചെറുതായിട്ട് വളച്ചാൽ തന്നെ വണ്ടി അങ്ങനെ ഡ്രിഫ്റ്റ് ആവണം വേണ്ട ഗൈസ്. നമുക്ക് പതുക്കെ പോടാം, അല്ലെങ്കിൽ ചേഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ. ഗൈസ്, ഇത് ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റിയ ചേഞ്ചാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോർച്യൂണറിൽ ഡ്രിഫ്റ്റ് അടിക്കാൻ പെടാണെങ്കിൽ ഈ ചേഞ്ച് ചെയ്തു. വെറുതെ അല്ല ഗൈസ്, അടിയിലത്തെ മഡ് ഗാർഡ് മുട്ടലുണ്ട്, അതാണ് പ്രശ്നം. മഡ് ഗാർഡ് മുട്ടാത്ത രീതിയിലുള്ള രീതി ഞാൻ ചെയ്യട്ടെ ഗൈസ്. ഒരു പൊടിക്ക് സസ്പെൻഷൻ നമുക്ക് ബാക്കിലോട്ട് കൂട്ടാം, അല്ലെങ്കിൽ ശരിയാവൂല. വീല് സസ്പെൻഷൻ ബാക്കിലൊരു പൊടിക്കിരിക്കട്ടെ, ഇത്ര മതി. നമ്മ ഒരു ഇത്തിരി സസ്പെൻഷനേ വെച്ചിട്ടുള്ളൂ ബാക്കിൽ. ഗൈസ്, ഇപ്പോൾ വണ്ടി സെറ്റായി. ഇപ്പോൾ കൊള്ളാട്ടോ ഗൈസ്. വണ്ടി ഇപ്പം പൊളിയായി ഗൈസ്. ഈ ഫോർച്യൂണർ ഇങ്ങനെ പോണ കാണാൻ നല്ല രസമില്ലേ ഗൈസ്? നേരത്തെ ഫോർച്യൂണർ നല്ലത്, ഇപ്പോഴത്തെയാണോ നല്ലത് ഗൈസ്? നിങ്ങൾ പറ ഗൈസ്, ഇപ്പോഴത്തെ ഫോർച്യൂണറല്ലേ നല്ലത്? വണ്ടി പൊളിയായിട്ടാ. അതൊക്കെ അത്ര ഉള്ളു. ഞാനല്ലേ ഈ വണ്ടി മോഡിഫൈ ചെയ്ത. അത് ഡ്രിഫ്റ്റായിരുന്നു, ഒന്നൊന്നര ഡ്രിഫ്റ്റ് ആണല്ലോ. പിന്നെ അല്ല, അതൊക്കെ അത്ര ഉള്ളു. ഡ്രിഫ്റ്റ് പൊളിയായിരുന്നു സ്പോഞ്ച്. ഈ ഡ്രിഫ്റ്റ് എങ്ങനെ ഉണ്ട്? ഞാൻ ഇതും പൊളിയാണ്. ഈ വണ്ടിയെ ഗ്യാരേജിന്റെ ഡ്രിഫ്റ്റ് അടിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇടാ സ്പോഞ്ചോബി, ഒന്ന് ഡ്രിഫ്റ്റ് അടിച്ച്. എടാ നോബിത്തെ, നീ പറയണ പോലെയല്ല, നിനക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ലല്ലോ. ഇപ്പം എൻ്റെ വണ്ടി മറിഞ്ഞ് വീണേനെ. ഗൈസ്, നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട അകത്തോട്ട് തന്നെ ഇടാം. ഏതെങ്കിലും കള്ളന്മാർ വന്ന് മോഷ്ടിച്ചാൽ പണിയായി അല്ലേ ഞാനേ? അത് തന്നെ സ്പോഞ്ചോബ് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത് കാരണേ എല്ലാ കള്ളന്മാരും വണ്ടി മോഷ്ടിക്കും. അത് തന്നെ മോഡിഫൈഡ് വണ്ടി ആയതുകൊണ്ട് മോഷ്ടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്ത് സെറ്റാക്കാം. ട്രിപ്പൊക്കെ പോയി ഞങ്ങൾ ക്ഷീണിച്ച്. എടാ ഷിഞ്ചാനെ വാടാ, നമുക്ക് അകത്തോട്ട് കയറി ഇരിക്കാമോ? ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി ഇരിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ.